ഇറാന്റെ നേതാക്കളെ വധിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രസ്താവന. സ്വിറ്റ്സർലൻഡ് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായിരിക്കുന്ന ഒരു തലങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് ട്രംപിൻ്റേതായിരിക്കുന്ന ഒരു പ്രസ്താവന വരികയും അതിനോടനുബന്ധിച്ച് ഇറാന്റെ ശക്തമായിരിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. അതേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞത്. ചളിക്കുണ്ടിലെ പുഴുക്കളുടെ രോദനത്തിനപ്പുറം തങ്ങൾ അതൊന്നും കാണുന്നില്ല, ലോകവും കാണുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നടത്തിയിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 3 മാസം പിന്നിട്ടിട്ട് എന്താണ് അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് ലോകം വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ട്രംപ് പറഞ്ഞതുകൊണ്ട് തങ്ങളോ ലോകമോ അത് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആസ്പദമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നുള്ള നിലപാട് ഇറാൻ ആവർത്തിച്ചു. അതിനോടനുബന്ധിച്ചിട്ടാണ് ട്രംപിൻ്റെതായിരിക്കുന്ന പ്രസ്താവന വന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ അർത്ഥം കൊല്ലും തന്നെയാണ്. അത് എല്ലാ ഭാഗത്തും അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും. ഓർമുസ് കടൽ വളരെ പെട്ടെന്ന് തുറക്കണം. ഹിസ്ബുള്ള ഗ്രൂപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പിൻവലിക്കണം. ഇറാന്റെ 20% ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കുമെന്നും അതിൻ്റെ 20% കമ്മീഷൻ അല്ലെങ്കിൽ 20% തങ്ങൾ സ്വന്തമാക്കും എന്നും പറഞ്ഞു. അഥവാ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണോ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന്. അപ്പോൾ ഖത്തറും പാകിസ്ഥാനും സ്വിറ്റ്സർലൻഡുമാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ഉത്തരവാദിത്വത്തിലും അവർ ക്ഷണിച്ചിട്ടുമാണ് ഇറാൻ അവിടെ എത്തുന്നത്, അമേരിക്കയുടെ ആളുകളും എത്തുന്നത്. ആ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആർക്ക്? ഇവർക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ ഈ രാജ്യങ്ങൾ തവിട് പൊടിയാകും എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ഫസ്റ്റ് പ്രതികരിച്ചതിൻ്റെ തുടർച്ചയായ രീതിയിൽ അദ്ദേഹം ഇങ്ങനെയും കൂടി ഒന്ന് പറയുന്നുണ്ട്: മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, തങ്ങൾക്കത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നോ നിലപാടിൽ നിന്നോ പിന്നോട്ട് പോവുക എന്നുള്ളത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് തങ്ങളോട്ട് അംഗീകരിക്കുകയില്ല. അപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള സംസാരത്തിനിടയിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലെബനാന്റെ വിഷയം എന്ന് പറയുന്നത്, അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ തങ്ങൾക്ക് ലെബനാനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. തങ്ങളുടെ സാമൂഹ്യ പാശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ഇണചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ലെബനാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് സ്വാഭാവികമായിട്ട് തങ്ങൾക്ക് ബന്ധമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ വികാരപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം അതിൽ പറഞ്ഞു. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ പ്രസ്താവന ശക്തമായി വന്നതോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെട്ടതോടുകൂടി ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഇറാൻ ഇറങ്ങിപ്പോകുന്നതിനോടനുബന്ധിച്ച് മധ്യസ്ഥർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച്, വൈകിട്ട് നമുക്ക് വീണ്ടും ചേർന്നിരിക്കാം, എന്നിട്ട് പുതിയൊരു ചർച്ചാ സംബന്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനൊരു ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടി അവരെ ക്ഷണിച്ചു. ഗ്രൂപ്പ് ഫോട്ടോ അവർ നിരസിച്ചു. പിന്നീട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തി. ഷെയ്ക്ക് ഹാൻഡ് അവർ നിരസിച്ചു. തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയ, തങ്ങളുടെ കുട്ടികളെ കൂട്ടക്കൊല ചെയ്ത, തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിന് നേരെ ആക്രമണം നടത്തിയ ഒരു രാജ്യവുമായി വളരെ എളുപ്പത്തിൽ കൈ കൊടുക്കുക, ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന രീതി ഞങ്ങളുടെ ഇറാനിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല, അതുകൊണ്ട് തങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞതോടുകൂടി അതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. അപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം പോലെയാണ് അയാൾ പ്രവർത്തിക്കുക. ഗുണ്ട ആക്ട് പോലെയുള്ള ഒരു പ്രവർത്തന സമീപന രീതികളൊക്കെ എപ്പോഴും പല ഘട്ടങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും. ആ തരത്തിലാണ് അവരുടെ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്തും ഏറെക്കുറെ അങ്ങോട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കണിശമായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിൻ്റെ മേൽ പ്രഹരമേൽപ്പിക്കുക എന്നുള്ള ഒരു രീതി എല്ലാ കാലത്തും അവർ പിന്തുടരുന്നതാണ്.
അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഉണ്ടായ സമയത്തും സിറിയ ആയിട്ട് ഉണ്ടായ സമയത്തും ഈജിപ്തുമായിട്ട് ഉണ്ടായ സമയത്തൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അമേരിക്ക എങ്ങനെയാണോ പ്രതികരിക്കുന്നത് കണിശമായ രീതിയിൽ ഇല്ലാതാക്കും, നശിപ്പിക്കും, പുറലോകം കാണാൻ വേണ്ടി സാധിക്കില്ല, രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെ അട്ടിമറിയപ്പെടും, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു രീതിയാണ് പ്രയോഗിക്കാറുള്ളത്. അത് ഇറാൻ്റെ നേരെയും പ്രയോഗിച്ചു എന്ന് ചുരുക്കം. ഇറാൻ അതിന് പ്രതികരണം കൊടുത്തു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഉണ്ടായ അന്ന് മുതൽ അമേരിക്ക ശത്രു രാജ്യം തന്നെയാണ്. അതവർ പറയുന്നതും അവരത് കാണുന്നതും അവരുടെ സമീപന രീതിയും അങ്ങനെ തന്നെയാണ്. ഭീഷണിപ്പെടുത്തി കണ്ട് പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്നോ ഇല്ലാതാവണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാടുകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. അതിജീവിക്കാൻ അവർക്ക് കരുത്തും ശക്തിയുമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം സ്വിറ്റ്സർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് ഇറാൻ വന്നു എന്നുള്ളതല്ല ചർച്ച. ഇറാൻ പങ്കെടുത്ത ഒരു വേദിയിൽ അമേരിക്ക എത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ചർച്ചയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സംഭവങ്ങൾ അപൂർവമായിട്ടാണ്. അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക സന്നദ്ധരാകുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ പ്രയാസ കാര്യങ്ങൾ അമേരിക്കക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്ന് വരെ പറഞ്ഞു വെച്ചവരുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച നല്ലതല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു വെച്ചവരുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതികളൊക്കെ അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുന്നു. യുദ്ധം ജയിത്ത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു 20 മേഖലയിൽ ഇറാൻ്റെ 20 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അമേരിക്ക നടത്തിയത്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇറാനെ സംബന്ധിച്ചു, അമേരിക്കയെ സംബന്ധിച്ചു. പക്ഷേ ഇറാൻ എന്ത് ചെയ്തു? മാരകമായിരിക്കുന്ന തിരിച്ചടി നൽകി. ആ തിരിച്ചടി നൽകിയത് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ചില റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും, $300 ബില്യൺ ഇറാന് നഷ്ടപരിഹാരം അമേരിക്ക നൽകും എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായതാണ്. അത് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്നാൽ അതിൽ പറയുന്നത് 300 ബില്യൻ്റെ ഇരട്ടിയോളം നാശനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം തലങ്ങും വിലങ്ങും നിന്നിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നും പിറകും നോക്കാത്ത രീതിയിൽ ആക്രമിച്ചു എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നതിന് തുല്യമായ രീതിയിൽ ആക്രമണമാണ് അവർ അയച്ചുവിട്ടത്. 100ഓളം അമേരിക്കയുടെ സൈനിക ബേസുകൾ ആക്രമിക്കപ്പെട്ടു, കംപ്ലീറ്റ് തകർക്കപ്പെട്ടു. പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം തങ്ങളുടെ രാജ്യത്ത് വീണ്ടും ഒരു സൈനിക ബേസ് പുനർനിർമ്മിക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ വളരെ അപൂർവമായിരിക്കുന്ന 1-2 രാജ്യങ്ങൾ മാത്രമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത്. അനുകൂലമായ പ്രതികരണമല്ല, എതിർത്ത് പ്രതികരിക്കാത്തത്. അപ്പോൾ ആ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അപ്പോൾ തിരിച്ചടിയിൽ വലിയ രീതിയിൽ പ്രഹരമേറ്റു, വലിയ സൈനിക നഷ്ടമുണ്ടായി, സാമ്പത്തിക നഷ്ടമുണ്ടായി, ആയുധ നഷ്ടമുണ്ടായി. അങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അപമാനിക്കപ്പെട്ടു. അപ്പോൾ മുൻപ് നമുക്കറിയാം 2016 കാലഘട്ടത്തിലാണ് ഖാസിം സുലൈമാനി എന്ന ഇറാന്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന് മുറിവേറ്റ കൊലയായിരുന്നു അത്. വേറൊരു കൊലപാതകം മാത്രമല്ല നടത്തിയത്. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്, ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, സുലൈമാനിയെ കൊലപ്പെടുത്തുന്നത് ലൈവായ രീതിയിൽ എനിക്ക് നേരിട്ട് കാണാം, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഖാസിം സുലൈമാനി. അപ്പോൾ ആ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് പിന്നീട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം നാം പറ്റ പോലെ മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല. പിന്നീട് അത് രൂക്ഷമായി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക ഒരു സംയുക്ത ആക്രമണം നടത്തും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് 2016 ശേഷം വിപുലമായ രീതിയിലുള്ള അവരുടെ മിസൈൽ സംവിധാനങ്ങൾ നിർമ്മിച്ചത് എന്ന് ഒരു റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. 10 വർഷത്തിന് മുൻപുള്ള സ്ഥിതി അല്ലായിരുന്നു 10 വർഷത്തിന് ശേഷം ഉണ്ടായിരുന്നത്. സ്ഥിതികൾക്ക് വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ വിജയിക്കുന്നത് വൈമാനിക യുദ്ധമാണ്, ആകാശ യുദ്ധം കൊണ്ടാണ് വിജയിക്കുക. അത് കൃത്യമായ രീതിയിൽ
ഇറാൻ അറിയാനും പറ്റും. ഇപ്പോൾ ഒരു കരയുദ്ധം എന്ന് പറയുന്ന സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അത് മുമ്പ് കാലത്ത് രാജാക്കന്മാരുടെ ഭരണത്തിൽ ഏറെക്കുറെ കഴിഞ്ഞുപോയി. ഇപ്പോൾ ആകാശ യുദ്ധങ്ങളാണ്. 2ാം ലോക യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയത് ആകാശ ആക്രമണത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മേഖലയും ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനം അത് ആകാശ യുദ്ധമാക്കിയിട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിലവർ വിജയിച്ചു. ആ വിജയമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 21 എണ്ണത്തിൽ തിരിച്ചടി നൽകിയതോടുകൂടി ഒരു കാര്യം അമേരിക്കക്ക് ബോധ്യമായി, ഇതൊരിക്കലും ജയിക്കാൻ പോകുന്ന യുദ്ധമല്ല. അതുകൊണ്ട് പരാജയപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി എന്ത് ചെയ്യുക, യുദ്ധം അവസാനിപ്പിക്കുക, അതിന് ചർച്ച ചെയ്യുക. അങ്ങനെയാണ് മനസ്സോടുകൂടി ഇറാൻ്റെ കാൽപാതക്കിൽ അമേരിക്ക എത്തി എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കീഴ്പ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്നത് എന്ന് ചുരുക്കം.